നമസ്കാരം. ഇന്നത്തെ വാർത്താ കച്ചവടം മന്ത്രി സജി ചെറിയാൻ ഹൈക്കോടതിയിൽ നിന്ന് 2022 നടത്തിയ ഒരു വിവാദ പ്രസംഗവുമായി ബന്ധപ്പെട്ട് ബൈജു നോയൽ എന്ന ഒരു അഭിഭാഷകൻ കൊടുത്ത കേസ്. പ്ലീസ് നോട്ട് ബൈജു നോയൽ. ആരാണ് ബൈജു നോയൽ? ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കെതിരെ നിരന്തരം കേസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കോൺഗ്രസ് അഭിഭാഷകൻ. നമ്മുടെ നാട്ടിലെ മാപ്രകൾക്കിടയിൽ വലിയ സ്വീകാര്യത കിട്ടുന്ന ചില അഭിഭാഷകരുണ്ടല്ലോ. ഈച്ചയുടെ വിദഗ്ധനായിട്ടുള്ള അഡ്വക്കേറ്റ് ജയശങ്കർ, കെ അഭിലാഷ്, അതിന്റെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റുന്ന മറ്റൊരു അഭിഭാഷകനാണ് ഈ ബൈജു നോയൽ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം 3 കേസാണ് ഇതുവരെ കോടതിയിൽ പോയിട്ടുള്ളത്. അതും ഇടതുപക്ഷ നേതാക്കന്മാരുടെ ഭാഗമായിട്ടാണ്. അതിൽ ഒന്നാണ് ഈ സജി ചെറിയാനെതിരെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാജിയിൽ കലാശിച്ചിട്ടുള്ള മല്ലപ്പള്ളിയിലെ വിവാദ പ്രസംഗം. ആ വിവാദ പ്രസംഗത്തിൽ അദ്ദേഹം തിരുവല്ല കോടതിയിൽ കൊടുത്ത കേസിൽ ക്ലീൻ ചിറ്റ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് മന്ത്രിസ്ഥാനം രാജിവെച്ച് അന്ന് നടത്തിയ വിവാദ പ്രസംഗത്തിൽ അദ്ദേഹം പരസ്യമായി തന്നെ ക്ഷമാപണം നടത്തിയതിനു ശേഷം അദ്ദേഹത്തിനെതിരെയുള്ള ആ കേസ് പോലീസ് റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ട് ഒഴിവാക്കുകയും ക്ലീൻ ചിറ്റ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് തിരിച്ച് അദ്ദേഹം മന്ത്രിസ്ഥാനത്തേക്ക് വന്നത്. ഇതിനുശേഷം ബൈജു നോയൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന് കൊടുത്തൊരു ഉത്തരവിലാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ, അദ്ദേഹം അറിയാലോ പ്രശസ്തനാണ്, ആ സിംഗിൾ ബെഞ്ച് ജഡ്ജി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊറോണ കാലഘട്ടത്തിൽ അറിയാലോ ഈ നാട് വലിയ പ്രതിസന്ധിയിൽ നിന്ന സന്ദർഭമാണ്. അന്ന് നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി സർക്കാർ ജീവനക്കാർക്ക് മുടങ്ങാതെ ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആരും ജോലിക്ക് വരേണ്ട കാര്യമില്ലായിരുന്നു. അത് കൊടുത്തുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ ഒരു 6 ദിവസത്തെ ശമ്പളം നിർബന്ധപൂർവമായി ഒന്ന് ഗവൺമെന്റിന് തരണമെന്ന് ആവശ്യപ്പെട്ട സന്ദർഭത്തിൽ അത് അങ്ങനെ വാങ്ങിക്കാൻ പറ്റില്ല എന്നുള്ള ഉത്തരവിട്ട് വലിയ വിവാദത്തിനും വിമർശനത്തിനും ഇടയാക്കിയ അതേ ബെച്ചു കുര്യന്റെ ഒരു ഉത്തരവാണ് പുറത്തു വന്നിട്ടുള്ളത്. ആ 6 ദിവസത്തെ ശമ്പളം, നമ്മളിത് പറഞ്ഞു പോകുമ്പോൾ ഒരു വസ്തുത കൂടി പറയണമല്ലോ. ആ 6 ദിവസത്തെ ശമ്പളം പിന്നീട് സർക്കാർ തിരികെ മടക്കി നൽകി എന്നുള്ള ഒരു വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അന്നും ഈ തുക തിരിച്ചു കൊടുക്കുമെന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചതിന് ശേഷമാണ് ജീവനക്കാരിൽ നിന്ന് 6 ദിവസത്തെ തുക കട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. വലിയ ബഹളമൊക്കെ ഉണ്ടാക്കി ആ വിധി കൊടുത്തെങ്കിലും നാട് ആ പ്രതിസന്ധിയെല്ലാം മറികടന്ന് ആ പണവും ഉദ്യോഗസ്ഥർക്ക് തിരിച്ചു കൊടുത്ത് മാന്യത കാട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബൈജു നോയലിലേക്ക് വരികയാണെങ്കിൽ, ബൈജു നോയൽ കൊടുത്ത രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ PV അൻവർ MLA-ക്കെതിരെയാണ്. അത് രാഹുൽ ഗാന്ധിക്കെതിരെ അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന സന്ദർഭത്തിൽ രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രി പിണറായി വിജയനെ എന്തുകൊണ്ട് ED അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യത്തിന് മറുപടി കൊടുത്തിരുന്നു. അതിൽ അദ്ദേഹത്തിന്റെ DNA പരാമർശം നടത്തിയ വിഷയവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം മണ്ണാർക്കാട് കോടതിയിൽ കൊടുത്ത ഒരു കേസിൽ PV അൻവറിനെതിരെ കേസെടുക്കാനുള്ള അവസരമുണ്ടായി. അപ്പോൾ 2 കേസ് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കേസ് കൊടുത്തത് ആർക്കെതിരെയാണ്? മന്ത്രി സജി ചെറിയാനെതിരെയാണ്. രണ്ടാമത്തെ കേസ് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിന്ന PV അൻവറിനെതിരെയാണ്. പിന്നെ മൂന്നാമതൊരു കേസ് കൂടി ഇദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രനെതിരെയും സച്ചിൻ ദേവ് MLA-ക്കെതിരെയും നമ്മുടെ ഞരമ്പ് രോഗി യദു ഉണ്ടല്ലോ, യദു മറ്റേ കഞ്ചാവ് അടിച്ചുകൊണ്ടുള്ള ആ ഒരു പ്രകടന ഓർമ്മയുണ്ടല്ലോ, ആ വിഷയത്തിൽ അവരെ അപകടപ്പെടുത്താൻ ശ്രമിച്ചതിനെ ചോദ്യം ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം കോടതിയിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ സ്ഥാനം ഇപ്പൊ ചവറ്റുകുട്ടയിലാണ്. നേരത്തെ തിരുവല്ല കോടതി ഇത് ചവറ്റുകുട്ടയിൽ എറിഞ്ഞെങ്കിലും അത് സിംഗിൾ ബെഞ്ച് ജഡ്ജിയുടെ മുന്നിലെത്തിയപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി കൊടുത്തതിൽ ഉദാരമായിട്ടുള്ള ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. CBI അന്വേഷണം വേണ്ട, അത് ക്രൈംബ്രാഞ്ച് ഒരു തുടരന്വേഷണം നടത്തട്ടെ എന്നുള്ള ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുകയാണ്. അതിൽ ക്രൈംബ്രാഞ്ച് ഒരു തുടരന്വേഷണം നടത്തട്ടെ എന്ന രീതിയിൽ ഇപ്പോ ആ ഹർജിയിൽ ഒരു തീർപ്പ് കൽപ്പിച്ചിരിക്കുകയാണ്. അന്വേഷണം നടത്തട്ടെ. ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമേ പറയാനുള്ളൂ. ആ വിവാദമുണ്ടായ പശ്ചാത്തലത്തിൽ അത് ശരിയായ ഒരു പരാമർശമല്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ സജി ചെറിയാൻ പരസ്യമായി മാപ്പ് പറഞ്ഞിരുന്നു, സ്വന്തം പദവി രാജിവെച്ചിരുന്നു. വലിയ തോതിൽ മാധ്യമ വിചാരണ ഉൾപ്പെടെ നേരിട്ട ഒരു സംഭവമാണ്. അത് തിരുവല്ല കോടതി ആ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ട് അത് ക്ലോസ് ചെയ്യുമ്പോൾ അത് പോരാ, അത് ഇനിയും തുടരന്വേഷണം നടത്തണമെന്നൊരു സിംഗിൾ ബെഞ്ച് ഉത്തരവിടുമ്പോൾ സ്വാഭാവികമായിട്ട് ആ വിധിയെ നമ്മൾ മാനിക്കേണ്ടതുണ്ട്. പക്ഷെ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കുക, പല സിംഗിൾ ജഡ്ജിമാരുടെ ഉത്തരവ് നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ചില ദേവന്മാരൊക്കെ ഇട്ട ഉത്തരവുകൾ കണ്ടാൽ പിന്നീട് അതിന്റെ സ്ഥാനം എന്താണെന്ന് കൂടി പരിശോധിച്ചാൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട പല കേസുകളും പാൻഖാൻജി ആയിട്ടുള്ള ഗവർണർക്ക് വേണ്ടി അനുകൂലിച്ചുകൊണ്ട് പല വിധികൾ ഈ സിംഗിൾ ബെഞ്ച് പുറപ്പെടുവിച്ചതിന് ശേഷം അതിന്റെയൊക്കെ അവസ്ഥ എന്തായി മാറി എന്നുള്ളതൊക്കെ ചവറ്റുകുട്ടയിൽ നോക്കിക്കഴിഞ്ഞാൽ ഡിവിഷൻ ബെഞ്ചോ സുപ്രീം കോടതിയോ എടുത്ത് എറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതുപോലെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോ നിയമ പോരാട്ടം തുടരുമെന്നാണ് സജി ചെറിയാൻ അറിയിച്ചിട്ടുള്ളത്. അതുപോലെ നമ്മൾ നേരത്തെ ബൈജു നോയലിന്റെ മൂന്നാമത്തെ കേസ്, ആര്യക്കെതിരെയും സച്ചിൻ ദേവിനെതിരെയും കൊടുത്ത കേസ്, യദുവിനെ അനുകൂലിച്ചുകൊണ്ട് അതിന്റെ അവസ്ഥ എന്താണെന്ന് നേരത്തെ പറഞ്ഞു വെച്ചല്ലോ. അതേ രീതിയിൽ തന്നെയാണ് ഇതിന്റെ പോക്കും. ഒരു വിവാദമുണ്ടായ, ഒരു വിഷയമുണ്ടായി, അതിൽ ഇനി എന്താണ് ചെയ്യേണ്ടത്? പ്രത്യേകിച്ച് ഈ കോൺഗ്രസ്സുകാരായിട്ട് നടക്കുന്ന ചിലരുണ്ട്. ഈ യൂണിവേഴ്സിറ്റി സേവ് ഫോറം എന്നുള്ള പേരിലൊക്കെ നേരത്തെ പറഞ്ഞിട്ടില്ലേ, അതുപോലെ നടക്കുന്ന RS ശശിധരന്മാർ അല്ലെങ്കിൽ ബൈജു നോയൽമാർക്കൊക്കെ ചില മാധ്യമങ്ങൾക്കിടയിലൊക്കെ വലിയ സ്വീകാര്യത കിട്ടാറുണ്ട്. ആ പബ്ലിക് അറ്റൻഷൻ അപ്പുറം ഇതിലൊന്നും ഒരു ചുക്കുമില്ല. അല്ലെങ്കിൽ
തലയെടുക്കാൻ പറ്റുന്ന കേസുകളൊന്നുമല്ലോ. ഒരു നാവ് പിഴ ഉണ്ടായെന്ന് അദ്ദേഹം സ്വാഭാവികമായി പറയുന്നുണ്ട്. അതായത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സംസാരിച്ചു പോകുന്നതിന്റെ കൂട്ടത്തിൽ ദേശീയഗാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അദ്ദേഹം പറഞ്ഞ വാചകങ്ങളൊന്നും നമ്മൾ ന്യായീകരിക്കുന്നതില്ല. അത് അദ്ദേഹവും ന്യായീകരിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഷയത്തിൽ ഒരു തീർപ്പായി, പോലീസ് റിപ്പോർട്ടായി, അതിനെ സംബന്ധിച്ച് കൂടുതൽ തെളിവൊന്നും കിട്ടിയിട്ടില്ല എന്ന് പോലീസ് റിപ്പോർട്ട് കണ്ടെത്തിയതിനു ശേഷം CBI അന്വേഷണം വേണമെന്നുള്ളൊരു ആവശ്യവുമായി ബൈജു നോയൽ പോകുമ്പോൾ ഇന്നത്തെ ദിവസം ബൈജു നോയലിന് വലിയ ആഘോഷമാകുമെന്നതിനപ്പുറം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സജി ചെറിയാനെ ഇനിയിപ്പോ എന്തായിരുന്നാലും നാട് കടത്താനൊന്നും പറ്റത്തില്ലല്ലോ. അതിനപ്പുറത്തേക്ക് വലിയ ശിക്ഷയൊന്നും അതിലില്ലല്ലോ. അപ്പോ ആ ഒരു ചെറിയ വിഷയങ്ങളൊക്കെ ചില ദിവസങ്ങളിൽ വാർത്തയുണ്ടാക്കാനും തളർന്നു കിടക്കുന്നവർക്ക് കുറച്ച് ഊർജം കൊടുക്കാൻ വേണ്ടിയുള്ള മരുന്നാകും എന്നതിനപ്പുറം, അല്ലെങ്കിൽ മാപ്രകൾക്ക് ഒരു ദിവസത്തെ വാർത്താ കച്ചവടം നടത്താനുള്ള ഇലമെന്റ് എന്നതിനപ്പുറം ഒന്നും സംഭവിക്കേണ്ടതില്ല. ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു തവണ ഒരാൾക്ക് രാജിവെക്കാം, ഒരു തവണ മാധ്യമ വിചാരണയ്ക്കെതിരാകാം. അതുമായി ബന്ധപ്പെട്ട് ഒരു കോടതി ഒരു കേസ് തള്ളിക്കളഞ്ഞാൽ ശരിയാണ്, ആ ഹർജിക്കാരന് വീണ്ടും അടുത്ത കോടതിയിലേക്ക് പോകാം. പക്ഷേ ആ കേസുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം ആവശ്യപ്പെട്ടെങ്കിൽ CBI അന്വേഷണം വേണ്ട, ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ എന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ ശരിയാണ്, കോടതിക്ക് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അന്വേഷണം നടക്കട്ടെ. പക്ഷേ ആ വിഷയം ഉയരുമ്പോൾ തന്നെ ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തിക്കും നിയമപരമായിട്ട് മുന്നോട്ട് പോകാനുള്ള അവസരമുണ്ട്. സിംഗിൾ ബെഞ്ച് ജഡ്ജിയുടെ ഈ ഉത്തരവിനെ ചോദ്യം ചെയ്ത് അദ്ദേഹത്തിന് മേൽക്കോടതിയെ സമീപിക്കാനുള്ള അവസരമുണ്ട്. സ്വാഭാവികമായിട്ട് അതാണല്ലോ നടപടിക്രമങ്ങൾ. അത് മാത്രമേ ഇതിൽ നടക്കാനുള്ളൂ. അതുമായി ബന്ധപ്പെട്ട് തന്റെ നിരപരാധിത്വം ഈ ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിൽ തെളിയിച്ചു കഴിഞ്ഞാൽ, പല ദേവന്മാരുടെ ഉത്തരവ് ഈ നാട്ടിൽ വന്നപ്പോൾ അതിനെല്ലാം ചവറ്റുകുട്ടയിൽ വിശ്രമിക്കേണ്ടി വന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, അത് ചില താല്പര്യങ്ങളൊക്കെ അതിന്റെ ഇടയിൽ ഉണ്ടെങ്കിൽ, അത് സ്വാഭാവികമായിട്ട് എവിടെയെങ്കിലുമൊക്കെ പ്രതിഫലിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ചില സംശയങ്ങൾക്ക് വഴിവെക്കും. ആ വഴിവെക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു വിധി വരുമ്പോൾ അത് സംശയത്തോടു കൂടി നോക്കിക്കാണേണ്ടി വരുന്നതും. അത് ചില പബ്ലിസിറ്റി സ്റ്റണ്ടാണോ, ചിലർക്ക് പേരെടുക്കാനുള്ള ഒരു അവസരമാണോ, ചിലരുടെ പ്രത്യേക താല്പര്യമാണോ എന്നുള്ള തോന്നലൊക്കെ ഈ പൊതുസമൂഹത്തിന് ഉണ്ടാകുന്നതെന്ന് പറയേണ്ടി വരികയാണ്.